റീസെൻ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമും അതിനൊപ്പം തന്നെ മാഡിൻ്റെ ഓട്ടോമേഷൻ ടൂളും യൂസ് ചെയ്തിട്ട് എങ്ങനെ പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ആ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റീല് കണ്ടപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുക, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്ക്രീന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ ആമസോണോ, ഫ്ലിപ്കാർട്ട്, ഷീന്, ടെമു, മീഷോ ഇതേപോലെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തിട്ട് എങ്ങനെ പാസീവായിട്ടുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ സ്ക്രീനിലേക്ക് പോവാം. ഫസ്റ്റായിട്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ഞാനിപ്പം കാണിക്കുന്നത് ഈ ഒരു ഓയിൽ സ്പ്രേൻ്റെ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നത് ആമസോണിൻ്റെ അഫിലിയേഷനാണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ആമസോൺ affiliate-program.amazon.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ ആമസോൺ അസോസിയേറ്റ്സിൽ സൈനപ്പ് ചെയ്യാൻ പറ്റും. വൺസ് ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആമസോണിലേക്ക് അഥവാ നിങ്ങളുടെ amazon.com-ഓ .in-ഓ എല്ലാ വെബ്സൈറ്റിലും പോയി കഴിഞ്ഞാലും മേലെ ഇതേപോലുള്ളൊരു സ്ട്രൈപ്പ് നിങ്ങൾക്ക് കാണും, ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് അസോസിയേറ്റ് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഓയിൽ സ്പ്രേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആമസോണിൽ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് കാണും ആ ഓയിൽ സ്പ്രേൻ്റെ പോലെയുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്നത്. ഈ വീഡിയോയിൽ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ പേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് കാറ്റഗറി കിച്ചൺ ആൻഡ് ഡൈനിങ് ആണ് വരുന്നത്. ഈ പ്രൊഡക്റ്റ് വിട്ട് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 6% കമ്മീഷനാണ് എനിക്ക് കിട്ടുക, അഥവാ 345 രൂപൻ്റെ 6%. വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ലിങ്ക് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വരുന്നത്. ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാഡി പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് ഇത് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓട്ടോമേഷൻ മാഡി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് ഈ പെർട്ടിക്കുലർ റീലിൻ്റെ അടിയിൽ ആരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് നിങ്ങളുടെ ആമസോണിൻ്റെ ഈ ഒരു അഫിലിയേഷൻ ലിങ്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഡി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. വൺസ് ആ ലിങ്ക് ഇവർ യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ 6% കമ്മീഷൻ കിട്ടുക. ഇതേപോലെ നിങ്ങൾക്ക് തേമൂൽ പോയിട്ടും അഫിലിയേഷൻ ചെയ്യാൻ പറ്റും. കറൻ്റ്ലി ഞാനിപ്പം തേമൂൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് തേമൂൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ഐറ്റംസിൽ പോയിട്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഈ പെർട്ടിക്കുലർ ബാൻഡ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 3.31 dirhams ആണ് വരുന്നത്. മാക്സിമം 40 dirhamസിനടുത്ത് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇതിൻ്റെ അഫിലിയേഷൻ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷെയറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് കോപ്പി എടുക്കാം. അതിനുശേഷം ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഓരോ പ്രൊഡക്റ്റിനും എത്രയാണ് നിങ്ങൾ കമ്മീഷൻ കിട്ടാമെന്നുള്ളതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീഷോൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇതിൽ അപ്രോക്സിമേറ്റ്ലി 5 lakh per month നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട്. ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം തന്നെ ഇത് ടൈം എടുക്കുന്നതാണ്. അതിനെക്കൊണ്ട് കറൻ്റ്ലി ഞാനിപ്പം ആമസോണിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാഡി പ്ലാറ്റ്ഫോമിൽ പോവാണ്. മാഡി പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സൈനപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ യൂസ് ചെയ്തിട്ടും ഗൂഗിളുടെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാഡി പ്ലാറ്റ്ഫോമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ ഒരു ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലൗ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ റീലാണോ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ പോസ്റ്റാണോ അപ്ലോഡ് ചെയ്തത് അത് നിങ്ങളുടെ മാഡി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഓൾറെഡി ഞാൻ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ ബ്ലൂ കളറിൽ കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതേപോലുള്ളൊരു ഇത് ഓപ്പൺ ചെയ്ത് വരും. അതിനുശേഷം നിങ്ങൾക്ക് പല രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള അജണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. അതിനുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ടെംപ്ലേറ്റ് മെസ്സേജാണ്. ഇതിന് ശേഷം ഈ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി നമ്മളുടെ ഓയിൽ സ്പ്രേൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രൊഡക്റ്റിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ സ്പ്രേ അതിനെക്കൊണ്ട് ഞാൻ ഓയിൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ തന്നെ പോയിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനായി. അതിനുശേഷം ഈ പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് അത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇനി ഇവിടെ നിങ്ങൾക്ക് ബട്ടന് പല പേരിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബൈ എന്നാക്കാൻ പറ്റും, പേർച്ചേസ് എന്നാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളിഷ്ടമാണ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് പല ട്രിഗേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ അടിയിൽ എന്ത് വേർഡ് കമൻറ്റ് ചെയ്താലാണ് ഈ പെർട്ടിക്കുലർ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് എന്നതാണ് ഈ ട്രിഗറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊതുവേ ഓൾ കമൻറ്റ്സ് ആണ്, അഥവാ നിങ്ങളുടെ റീലിൻ്റെ അടിയിൽ എന്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പെർട്ടിക്കുലർ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ DM ഓട്ടോമേഷന് ആക്ടിവേറ്റ് ആകും, അഥവാ പെർട്ടിക്കുലർ ഈ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി അതല്ല നിങ്ങൾക്ക് പെർട്ടിക്കുലർ കീവേഡ് മാത്രം വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കീവേഡിൽ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മാത്രം അവർക്ക് അത് പോയാൽ മതി. അതല്ല സ്പ്രേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ പോയാൽ മതി. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീവേഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. കരളിൽ ഞാൻ ഓൾ കമൻറ്റ്സ് വെക്കാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. ഇത് ഓട്ടോമേഷൻ കമൻ്റാണ്. ലൈക്ക് നിങ്ങളുടെ ഈ പെർട്ടിക്കുലർ റീലിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ താഴെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും റീപ്ലൈ കൊടുക്കുന്ന പോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും എന്ത് റീപ്ലൈ ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ DM എന്നുള്ളതാണ്, അഥവാ ഡയറക്റ്റ് മെസ്സേജ് നിങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചെക്ക് യുവർ DM, നിങ്ങളുടെ DM ചെക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഡ്സ് റീപ്ലൈ കമൻറ്റ്സ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മെസ്സേജ് ഡിലേ ചെയ്യാനും പറ്റും. മെസ്സേജ് അഥവാ നിങ്ങളുടെ DM ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ അവർക്ക് പോകുന്ന മെസ്സേജ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുന്നതാക്കാം, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുന്നതാക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ നോ ഡിലേ ആണ് വെക്കുന്നത്. അതിനുശേഷം ഇത്രയേ ഉള്ളൂ ഓട്ടോമേഷൻ ചെയ്യാനുള്ളത്. അതിനുശേഷം ഞാൻ സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഓട്ടോമേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി ഇതൊക്കെ റെഡിയാണ്. അതിനുശേഷം ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്നും ഈ പെർട്ടിക്കുലർ റീലാണല്ലോ നമ്മൾ ഓട്ടോമേഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ ഒരു വേറൊരു അക്കൗണ്ടിൽ നിന്നും ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കുകയാണ് ഇത് വർക്ക് ആവണുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പെർട്ടിക്കുലർ വേർഡ്സ് ട്രിഗർ ആക്കിയിട്ട് വെക്കാത്തതിനെ കൊണ്ട് ഹായ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഹായ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ മെസ്സേജിൽ പോയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ പെർട്ടിക്കുലർ DM ഓട്ടോമേഷൻ ആക്റ്റീവായ മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, ബൈ. ഈ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് കയറുമ്പം ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക. പക്ഷേ നിങ്ങൾക്ക് കാണുന്ന ആ സ്ട്രൈപ്പ് ഇവിടെ കാണില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇത് ഓട്ടോമേഷൻ ചെയ്തതാണോ അല്ലെങ്കിൽ അഫിലിയേഷൻ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പോൾ അവരിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത് എവിടെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആമസോൺ അസോസിയേറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് കമ്മീഷൻ കിട്ടിയത്, എത്ര പ്രൊഡക്റ്റ് നിങ്ങളുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ ഏർണിങ്സ് എത്രയാണ്, എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആമസോണിൻ്റെ അസോസിയേറ്റ്സിൽ കാണാൻ പറ്റുന്നതാണ്.
ഇതിൽ റിപ്പോർട്ടിൽ പല കാര്യങ്ങളുണ്ടാവും, ഏണിങ്സ് റിപ്പോർട്ട് ഉണ്ടാവും, അങ്ങനത്തെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുണ്ടാവും. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി. ഓൾറെഡി തന്നെ 10 മിനിറ്റിന് മേലായിട്ടുണ്ട്. അപ്പം മാഡി പ്ലാറ്റ്ഫോം ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങളൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പല കാര്യത്തിന് വേണ്ടിയിട്ടും ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് മാഡി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കറൻ്റ്ലി 1000 മെസ്സേജസ് പെർ മന്ത് നിങ്ങൾക്ക് മാഡി പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജസ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലെയ്ഡ് പ്ലാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കുറേ മെസ്സേജസ് പോകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്ലാൻസും നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാഡി പ്ലാറ്റ്ഫോമിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. താങ്ക് യു.